നമസ്കാരം, ഞാൻ സന്തോഷ് രാജശേഖരൻ. ഡെയിലി ന്യൂസ് അറിയേണ്ട വാർത്തകളിലേക്ക് സ്വാഗതം. ഹോർമൂസ് കടലിടുക്ക് തുറക്കാനും പകരമായി ഇറാനിലേക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവയ്ക്കാനും ധാരണയായതോടെ താൽക്കാലിക വെടിനിർത്തൽ നിലവിൽ വന്നതിൽ ലോകരാഷ്ട്രങ്ങൾ ആശ്വാസത്തിൽ. ഇന്നലെ രാത്രി 8 മണിക്ക് തന്നെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നു. US ഇറാൻ വെടിനിർത്തലിനെ ഇന്ത്യ സ്വാഗതം ചെയ്തു. എത്രയും വേഗം ഇറാൻ വിടണമെന്ന് ഇന്ത്യൻ എംബസി അവിടെയുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് നിർദ്ദേശം നൽകി. രാജ്യാന്തര അതിർത്തികളിൽ ഒറ്റപ്പെട്ട് ചെല്ലരുതെന്നും മുന്നറിയിപ്പുണ്ട്. യുദ്ധത്തിന്റെ അവസാനമല്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. കഴിഞ്ഞ രാത്രി ഇറാനെ നശിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച ട്രംപ് ഇറാന്റെ 10 ആവശ്യങ്ങളിന്മേൽ തുടർ ചർച്ചയാകാമെന്ന് സമ്മതിച്ചു. പാലക്കാട് മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിവാദമായ കണ്ണാടിയിൽ തന്നെ വോട്ടിന് വേണ്ടി BJP പണം വിതരണം ചെയ്തുവെന്ന ആരോപണം ഇത്തവണയും ഉയർന്നു. BJP പ്രവർത്തകർ പണം നൽകാൻ ശ്രമിക്കുന്നതിന്റെ വീഡിയോ കോൺഗ്രസ് പുറത്തുവിട്ടു. പാലക്കാട് കണ്ണാടി തരുവാക്കുറിശ്ശിയിലാണ് BJP പ്രവർത്തകർ ശോഭാ സുരേന്ദ്രനൊപ്പം എത്തി പണം വിതരണം ചെയ്തു എന്ന് ആരോപണമുയരുന്നത്. ശോഭാ സുരേന്ദ്രൻ ആരോപണം നിഷേധിച്ചു. കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി PK കൃഷ്ണദാസിന്റെ വിവാദ പ്രസംഗത്തിനെതിരെ DGPക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും KPCC അംഗം JS അഖിൽ പരാതി നൽകി. സംസ്ഥാനത്ത് നാളെ നടക്കുന്ന പോളിംഗിന് വേണ്ട സാമഗ്രികൾ ഏറ്റുവാങ്ങി തെരഞ്ഞെടുപ്പിന് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർ ബൂത്തുകളിലേക്ക് എത്തി. സുരക്ഷയും ശക്തമാക്കി. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് നിരക്ഷരരായ ഗുജറാത്തികൾ എന്ന് പ്രസംഗിച്ച മല്ലികാർജുൻ ഖാർഗെ തന്റെ പ്രയോഗം പിൻവലിച്ച് ക്ഷമ പറഞ്ഞു. ജനങ്ങളുടെ വികാരം വ്രണപ്പെടാൻ ഉദ്ദേശിച്ചല്ല ആ പ്രയോഗം നടത്തിയതെന്നും ഖാർഗെ പറഞ്ഞു. നാളത്തെ വോട്ടിംഗ് പ്രക്രിയകൾ നേരിട്ട് കണ്ട് വിലയിരുത്തുന്നതിനും മനസ്സിലാക്കുന്നതിനുമായി വിദേശ സംഘം എത്തുന്നു. ഇന്റർനാഷണൽ ഇലക്ഷൻ വിസിറ്റേഴ്സ് പ്രോഗ്രാം 2026ന്റെ ഭാഗമായാണ് ഈ സന്ദർശനമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. 883 സ്ഥാനാർത്ഥികൾ 140 മണ്ഡലങ്ങളിലേക്കായി മത്സരിക്കുമ്പോൾ 2.71 കോടി വോട്ടർമാരാണ് ഇവരെ തിരഞ്ഞെടുക്കാൻ വേണ്ടി പോളിംഗ് ബൂത്തിലെത്തുന്നത്. 2018 പ്രളയം മനുഷ്യനിർമ്മിതമെന്ന് ആവർത്തിച്ച് മാത്യു കുഴൽനാടൻ. പ്രളയം സംഭവിച്ചാലും ഒന്നുമില്ല, കരിമണൽ നേടണം എന്നുള്ളതായിരുന്നു ലക്ഷ്യമെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. ശബ്ദരേഖ AI അല്ലെന്ന് JDS മുൻ ജനറൽ സെക്രട്ടറി പാലോട് സന്തോഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. വിഷയം മുഖ്യമന്ത്രിക്കും അറിയാമായിരുന്നുവെന്നും സന്തോഷ് പറഞ്ഞു. ചന്ദ്രനെ കടന്നുള്ള യാത്ര പൂർത്തിയാക്കി ആർടെമിസ് 2 ഭൂമിയിലേക്കുള്ള യാത്ര തുടങ്ങി. ഇന്ന് രാത്രി 10:55 ചന്ദ്രന്റെ സ്വാധീനത്തിൽ നിന്ന് പുറത്തുവരും. ഏപ്രിൽ 11 പുലർച്ചെ 5:37 പസഫിക് സമുദ്രത്തിൽ സ്പാഷ് ഡൗൺ ചെയ്യും. അറിയേണ്ട വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.